ഹലോ ചവരെ യൂട്യൂബ് ചാനൽ മല്ലു ഹാക്കർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വിർച്വൽ ബോക്സ്. ഇത് നിങ്ങൾ സാധാരണ ഒരു വിൻഡോയിലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവാനുള്ള ഒരു പ്രശ്നം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ some kind of എറർ അഡ്മിനിസ്ട്രേഷൻ രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചാലും ചിലത് എററായിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് കയറുന്നില്ല. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ്, അതെങ്ങനെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം, അധികം വലിയ ഇതൊന്നും വേണ്ടാത്ത രീതിയിൽ സോൾവ് ചെയ്യാം. പിന്നെ ഈ വിർച്വൽ ബോക്സ് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ടാലി ലിനക്സ് അതുപോലെ തന്നെ പാരറ്റ് അതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കാണുന്ന വിർച്വൽ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വിർച്വൽ ബോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടൈപ്പിൽ പോയിട്ട് ജസ്റ്റ് വിർച്വൽ ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് വരാം. ഒറ്റ മിനിറ്റ്. അപ്പോൾ വിർച്വൽ ബോക്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം തന്നെ. ഫസ്റ്റ് വന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, ഇങ്ങനത്തെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 7.0 ഞെക്കുക. ഞെക്കി കഴിഞ്ഞാൽ ഇതിൽ വിൻഡോ ഹോസ്റ്റ് കാണുന്നുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വിൻഡോ ഹോസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിരിക്കാം, പക്ഷേ നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എററാവും. അവിടെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരിക. ബിക്കോസ് ഞാനിന്ന് ഇന്നലെ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കരുത്, ബിക്കോസ് പാരറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. പക്ഷേ എനിക്ക് ഈ വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഞാനത് അഡ്മിനിസ്ട്രേഷനിൽ വെച്ച് നോക്കി, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് നോക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാനത് ആ വഴിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണല്ലോ, അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ C++ 2019 ഈ ഒരു പാക്കേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ വരും. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് ലിങ്ക് ലേൺ മൈക്രോസോഫ്റ്റ് എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഇതിലേക്കാണ് വരിക. ഓക്കെ, ഇങ്ങനത്തെ ഒരു സർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ X64 ഉള്ള ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് ഓൾറെഡി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ അഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് അഗ്രി ചെയ്യുക. ജസ്റ്റ് അങ്ങനെ എൻ്റർ അടിച്ചിട്ട് വിടുക. ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വിർച്വൽ ബോക്സ് അല്ലേ, ആ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. അത് നിങ്ങളുടെ റീസ്റ്റാർട്ട് ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഒരു ലക്കി ബാച്ചറിലൊരു ഗെയിം നമ്മൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് പറയും, അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുക. അതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം അത് ഫുള്ളി സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഓണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഫയലിൽ പോവുക. ഫയലിൽ പോയ ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ വിർച്വൽ ബോക്സ് ആണ്, അതും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 100%അല്ല 101% ഗ്യാരണ്ടി നിങ്ങൾക്ക് ഈ വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടിയും അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ഇടാൻ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ see you.